അല്ല, ഭക്ഷണം എവിടെന്നാ കഴിക്കുന്നേ? അത് വഴിയിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാം. വയറ് കേടാകാതിരുന്നാ മതി. നോ ടെൻഷൻ. അതിനല്ലേ കേരള സർക്കാരിന്റെ ഈറ്റ് റൈറ്റ് കേരള ആപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈറ്റ് റൈറ്റ് കേരള ആപ്പിലൂടെ സുരക്ഷിത ഭക്ഷണശാല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സായ ടൂറിസം മേഖലയ്ക്ക് കൂടി സഹായകമായേക്കാവുന്ന പദ്ധതിയാണ് ഈറ്റ് റൈറ്റ് കേരള. എന്നാൽ പതിവ് പോലെ സർക്കാരിന്റെ ആവേശം തുടക്കത്തിൽ മാത്രം ഒതുങ്ങി. ആ മൊബൈൽ ആപ്ലിക്കേഷന് ഇന്ന് നിലവിൽ പഴയ ഹോട്ടൽസിൻ്റെ അപ്ഡേഷൻസ് മാത്രമാണ് ഉള്ളത്. പുതിയ യാതൊരു ഹോട്ടൽസിൻ്റെയോ ഇല്ലെങ്കിൽ പുതിയ ഭക്ഷണത്തിൻ്റെ യാതൊരു കാര്യങ്ങളും ഇന്ന് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഹോട്ടലുകളെയാണ് ആപ്പിൽ ഉൾപ്പെടുത്തിയത്. 1700 ഹോട്ടലുകളാണ് ഇത്തരത്തിൽ ആപ്പിലുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഹോട്ടലുകളെ ഉൾപ്പെടുത്തുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. എന്നാൽ ഈറ്റ് റൈറ്റ് കേരള ആപ്പിന്റെ ഭാഗമാകാൻ സ്വമേധയാ ആവശ്യമായി എത്തിയ ഹോട്ടലുകളെ പരിശോധനകൾ ഏതുമില്ലാതെ ആപ്പിന്റെ ഭാഗമാക്കി. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വൃത്തിയുള്ളതോ നല്ല ആഹാരം കൊടുക്കുന്നതോ ഹോട്ടലുകൾ അല്ല അതിലുള്ളത്. എന്നാൽ ഇതിന് ആവശ്യമായ രീതിയിലുള്ള ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഫുഡ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഹോട്ടലുകൾക്ക് ഒരു പരിശോധനയോ മറ്റോ ഒന്നും ഉണ്ടാകുന്നില്ല. ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള നമ്മുടെ നാട്ടിൽ നല്ല ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകൾ കണ്ടെത്താൻ ഇനിയും നാം വിയർക്കേണ്ടി വരും. കാരണം ഇതൊക്കെ നോക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും എപ്പോഴും ഉറക്കത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.